കൈക്കൂലി തന്നെ ജന്മാവകാശമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇരിക്കുന്നത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് തണലേകുന്നതിന് വേണ്ടിയിട്ട് മാറി മാറി വരുന്ന സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ദുരുപയോഗപ്പെടുത്തുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ ജനങ്ങൾക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പരാതി പറയാൻ ചെല്ലുന്നവനെ അവിടിട്ട് ചവിട്ടി മെതിച്ച് ഭീഷണിപ്പെടുത്തി പുറത്താക്കുന്ന നടപടിയാണ്. എന്നാൽ അഴിമതിക്കാർക്ക് വേണ്ടത്ര തടഞ്ഞും സംരക്ഷണവും അവരുടെ സർവീസ് സംഘടനയുടെ മേധാവികൾ പറയുന്നതിനനുസരിച്ച് ഈ പാർട്ടിയുടെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയും അതിന്റെ സംവിധാനങ്ങളും മുഴുവനും ഭരണഘടനാ സ്ഥാപനങ്ങളും മുഴുവനും കാര്യനിർവഹണ സമിതി എക്സിക്യൂട്ടീവ് മുഴുവനും അഴിമതിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. സങ്കടകരമല്ലേ സാർ? നിങ്ങൾ ആലോചിക്കണം. 30 വർഷമായൊക്കെ കയ്യിൽ നിന്ന് കാശിട്ട് വാങ്ങിച്ച ഒരു കുരിയണം അയാൾക്ക് അതിനകത്ത് കയറാനോ അയാൾക്ക് ഭൂമിയിൽ അവകാശം സ്ഥാപിച്ചു ഇട്ടാനോ യാതൊരു മാർഗമില്ലാതെ അറിയുകയാണ്. ഈ എന്റെ അടുത്തിരിക്കുന്ന അദ്ദേഹം മാനസികമായി തരിപ്പണമായിരിക്കുകയാണ്. ഡോക്ടർമാർ പറഞ്ഞ് സംസാരിക്കാൻ പാടില്ലെന്ന് സർക്കാർ ഓഫീസിലോ ഒരു മന്ത്രിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അയാളുടെ യാതൊരുവിധ ഔദാര്യത്തിന് എന്താ ചെല്ലുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് പൗരന്മാരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന്. ആ അവകാശങ്ങൾ ചോദിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഔദാര്യമല്ലൊരു അവകാശവും എന്ന് ഭരണാധികാരികൾ അറിഞ്ഞിടണം.